ഡോക്ടേഴ്സിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ആശുപത്രികളിൽ അടിസ്ഥാന സുരക്ഷ ഒരുക്കണമെന്ന് നിർദ്ദേശം നൽകി. വിനീത വിജിയുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ. വിനീത, ഈ കൊൽക്കത്ത സംഭവത്തിന് പിന്നാലെ ഇത്തരത്തിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള പലതരത്തിലുള്ള നടപടികളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ കേന്ദ്ര നിലപാട് എന്താണ് ഈ വിഷയത്തിൽ, വിനീത? തീർച്ചയായും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊൽക്കത്ത വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ആശുപത്രികളിലേക്കടക്കം അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഡോക്ടർമാരൊക്കെ പ്രതിഷേധവുമായി വന്നിട്ടുണ്ടായിരുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്രം ഇപ്പോൾ ഇങ്ങനെയൊരു നിർദ്ദേശം ഇറക്കിയിരിക്കുന്നത്. ഈ നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം കൈമാറിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ഡോക്ടർമാർ ഉന്നയിച്ചിരിക്കുന്ന അവരുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് മറ്റുമായി ഒരു സ്പെഷ്യൽ ടാസ്ക് ടീമിനെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുൻപായി തന്നെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ ചില ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അടിസ്ഥാന ക്രമീകരണങ്ങൾ ആശുപത്രികളിൽ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കേന്ദ്ര നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി പറയുന്നത് എല്ലാ ആശുപത്രികളിലും 24 മണിക്കൂറും സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ രാത്രികാലങ്ങളിലേക്കൊക്കെ ജോലി ചെയ്യുന്ന വനിതാ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ഉണ്ട്. ഇവർ പോകുന്ന വഴികളിൽ, അതായത് ഈ പാർക്കിംഗ് ഏരിയകളിലും ഒപ്പം തന്നെ ഈ ആശുപത്രിയുടെ എല്ലാ വഴികളിലും കൃത്യമായിട്ടുള്ള വെളിച്ചം എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ അവിടെയൊക്കെ തന്നെ ഈ പൂർണ്ണമായും വെളിച്ചം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഒപ്പം മറ്റൊരു കാര്യം, ഈ CCTV ഈ ചില ആശുപത്രികളിലൊക്കെ ഈ കൃത്യമായി CCTV പ്രവർത്തിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. അത്തരം സാഹചര്യം ഒഴിവാക്കുക. പൂർണ്ണമായും ആശുപത്രിയും പരിസരവും അത് CCTVയുടെ നിരീക്ഷണത്തിലായിരിക്കണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സന്ദർശകർക്കായി പാസ് അത് ചില ആശുപത്രികളിലൊക്കെ തന്നെ അനുവദിക്കുന്നുണ്ട് എങ്കിലും അത് കർശനമാക്കണം എന്നൊരു നിർദ്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഈ രാത്രികാലങ്ങളിലാണെങ്കിൽ പോലും പ്രത്യേകം പെട്രോളിംഗ് നടത്തണമെന്നൊരു നിർദ്ദേശം കൂടി കേന്ദ്രം നൽകുന്നുണ്ട്. അത് ഈ ആശുപത്രികളുടെ എല്ലാ മേഖലകളിലും ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഒപ്പം തന്നെ ആശുപത്രി പരിസരത്തും ഒക്കെ ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചുകൊണ്ട് അവിടെ പട്രോളിംഗ് നടത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം, സുരക്ഷാ കൺട്രോൾ റൂം അത് സജ്ജീകരിക്കണമെന്നൊരു നിർദ്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന ഭാരതീയ ന്യായ സംഹിതയുടെ ചില പ്രസക്ത ഭാഗങ്ങളുണ്ട്. ആ പ്രസക്ത ഭാഗങ്ങൾ പ്രാദേശിക ഭാഷയിലും ഒപ്പം തന്നെ ഇംഗ്ലീഷിലും ഈ ആശുപത്രികളുടെ പരിസരങ്ങളിൽ അത് അവിടെ എഴുതി ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ആളുകൾക്ക് ഒരു ബോധവൽക്കരണം എന്ന തരത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ, ഈ ആശുപത്രികളിലേക്ക് എത്തുന്ന ആളുകൾക്ക് സന്ദർശക പാസ് നിർബന്ധമാക്കണം. 24 മണിക്കൂറും ആശുപത്രിയും പരിസരവും സുരക്ഷ ഉറപ്പാക്കുക എന്ന 2 നിർദ്ദേശങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് പറയാൻ കഴിയുന്നത്. ഉന്മേഷ്, ശരി.